ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം. ഷെറീസ് ടൈമിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇതാ രാവിലെ ആങ്ങളമാരും ഏട്ടത്തിമാരും അളിയനും മക്കളും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നാണ് നമ്മൾ ഖത്തറിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ഇന്നലെ രാത്രി തന്നെ പെട്ടിയൊക്കെ ഒരുവിധം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ രാവിലെ ഒരു 10:45 നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. മൊയ്തുട്ടിക്കാൻ്റെ വണ്ടിയിലാണ് പോയത്. അങ്ങനെ മക്കൾസൊക്കെ കയറിയിരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചൊരു വണ്ടി പോകാൻ നിന്നതാണ്. പക്ഷേ ആളധികം ഉള്ളതുകൊണ്ട് പിന്നെ അളിയൻ വണ്ടി എടുത്തിട്ടാണ്. അങ്ങനെ മക്കൾസൊക്കെ അവരൊന്നിച്ചൊരു വണ്ടിയിലാന്ന് പറഞ്ഞ് ഞാനും ഏട്ടത്തിയും അളിയനൊക്കെ വേറെ വണ്ടിയിലായിട്ട് അങ്ങനെ പോയി. അങ്ങനെ 1:30 ആയപ്പോൾ നമ്മളിപ്പോൾ ഇതാ കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. ബിരിയാണി ആയിരുന്നു കഴിച്ചത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ വരുന്ന ആ ഒരു ഇതിൽ ആർക്കും ഒന്നും കഴിക്കാനൊന്നും വേണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങ് എത്താറായപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഇതാ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഇവിടുന്ന് ഇനിയിപ്പം എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ട് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. പുറത്ത് നല്ല അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി എയർപോർട്ടാണ് കേട്ടോ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മൾക്ക് കോഴിക്കോട് പോകുന്നതിലും കുറച്ചും കൂടെ അടുത്തായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എത്തുകയും ചെയ്യും, അധികം റിസ്ക്കും ഇല്ല ഇങ്ങോട്ടേക്ക് എത്താൻ കേട്ടോ. ഇപ്പോൾ അച്ചൊക്കെ വരുന്നതും പോകുന്നതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. അങ്ങനെ ഇതാ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. പുറത്ത് നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ദിവസത്തേക്കാണ് പോകുന്നതെങ്കിലും മക്കൾസിനെയൊക്കെ അവരോടൊക്കെ യാത്ര പറയുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ ലഗേജൊക്കെ ആങ്ങളെ അളിയനും കൂടെ ട്രോളിയിലൊക്കെ ആക്കി വെച്ച് നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ അധികം ആളൊന്നും ഇല്ല കേട്ടോ. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. ഒരു 5-8 ആളുണ്ടാവും കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അവിടുന്ന് എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നും ലേറ്റ് ആയിട്ടൊന്നുമില്ല, തിരക്കില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇതാ എല്ലാ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് പോകാൻ കേട്ടോ. മേലത്തെ ഫ്ലോറിലാണ് വെയിറ്റിംഗ് ഹാള്. ഗേറ്റ് 1 കേട്ടോ നമുക്ക് ഇരിക്കേണ്ടത്. അങ്ങനെ അവിടെ എത്തി. ഇനി ടൈം ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളിപ്പോൾ 2-2:30 ആയപ്പോഴേക്കും നമ്മളെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഒരു 3:45 ആവും തോന്നുന്നു ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പുറത്ത് ഏതൊക്കെയോ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് കാണുന്നുണ്ട് കേട്ടോ ദൂരത്തായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറേ ഷോർട്സൊക്കെ നമ്മളെടുത്ത് പിന്നെ സ്നാക്സ് പുറത്തുനിന്ന് വാങ്ങാൻ മറന്നുപോയി കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, ഒന്നും ഇല്ലെങ്കിൽ വിശന്നാലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഭയങ്കര ചാർജായിരുന്നു കേട്ടോ. ചെറിയൊരു സാൻഡ്വിച്ചിന് പോലും 240 കേട്ടോ. അങ്ങനെ ചെറിയൊരു സാൻഡ്വിച്ചൊക്കെ വാങ്ങി ബാഗിൽ വെച്ച് ഞങ്ങളിതാ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ളത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോയി. നമ്മൾ കയറുന്ന ഫ്ലൈറ്റ് ഏതാണെന്ന് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഫ്ലൈറ്റിൻ്റെ പുറംഭാഗമൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട്. ഫസ്റ്റ് ടൈം അല്ലേ ഫ്ലൈറ്റിൽ. അപ്പോൾ ഇങ്ങനെ പൊങ്ങുമ്പോൾ ഒക്കെ എന്തെങ്കിലും പേടി ഉണ്ടാവുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പേടിച്ച പോലെ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. കാരണം ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ നോക്കുമ്പോഴൊക്കെ നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. പിന്നെ നമുക്ക് സീറ്റൊക്കെ ഒരേ റോ തന്നെ കിട്ടിയത്. ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് നമുക്ക് വിൻഡോ സൈഡ്, കുട്ടിക്ക് വിൻഡോ സൈഡ്, അതുപോലെ തന്നെ ഒരേ സീറ്റാണെന്നൊക്കെ. അങ്ങനെ ഇല്ലെങ്കിലും ചിലർ അവൈലബിൾ ആണെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ സീറ്റൊക്കെ. അങ്ങനെ ഇപ്പം എല്ലാം മുടക്കൊന്നും ഇല്ലാതെ എല്ലാം കറക്റ്റായി ചെയ്ത് നമ്മളിതാ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്ലൈറ്റ് മൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണൊക്കെ എയറോപ്ലെയിൻ മോഡിലൊക്കെ ഇട്ട് അങ്ങനെ ഇതാ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഒരു ഫുഡ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉള്ള ഫ്ലൈറ്റിലൊന്നും ഫുഡൊന്നും അങ്ങനെ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ആദ്യമൊക്കെ ആങ്ങളെയും പിന്നെ അച്ചുക്കൊക്കെ പോകുമ്പോൾ പറയുന്നേക്കാം ബിരിയാണി മുതൽ നൂഡിൽസ് എല്ലാ ഐറ്റംസും കിട്ടലുണ്ട് ഫുഡിന്ന്. പക്ഷേ നമുക്ക് വെറും 2 ഗ്ലാസ് പച്ചവെള്ളം മാത്രമാണ് കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത്. ബാക്കിയൊക്കെ ഫുൾ പേയ്മെൻ്റാണ് കേട്ടോ. അങ്ങനെ സാൻഡ്വിച്ച് ഞങ്ങൾ വാങ്ങിയത് എന്തായാലും നന്നായി. അത് വിശന്നപ്പോൾ നമ്മളത് കഴിച്ച്. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പാണ് കേട്ടോ കുട്ടിക്ക്. അപ്പോൾ പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഒരു പൊട്ടറ്റോ സ്നാക്സ് ഉണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്തപ്പം 200 കേട്ടോ അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ച് ഇതാ നമ്മളെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് താഴേക്കുള്ള ചില സമയത്തുണ്ടാവും ഡെസേർട്ട്, ഫുള്ള് മണലായിട്ട് കുറേ സ്ഥലങ്ങൾ. പിന്നെ അത് കഴിയുമ്പോൾ വെള്ളം, പിന്നെ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളുടെ മേലെ കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ.
അങ്ങനെ അവസാനം കടലിലേക്ക് ഇറങ്ങുന്നത് പോലെ കടലിൻ്റെ തീരത്താണ് കേട്ടോ എയർപോർട്ട് വരുന്നത്. അപ്പോൾ കടലിലേക്ക് ശരിക്കും പേടിയായിരുന്നു ആ ഒരു ടൈമിന് കേട്ടോ. കടലിലേക്കാണോ ഇറങ്ങുന്നത് നമുക്ക് തോന്നിപ്പോവും. അത്രയും താഴ്ന്നിട്ടാണ് എയർപോർട്ടിലേക്ക് ഇങ്ങനെ റൺവേയിലേക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു പ്രത്യേക വൈബുള്ളൊരു അനുഭവമായിരുന്നു. പിന്നെ ഈ യാത്രയിലുണ്ടായ ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതെനിക്ക് മാത്രമല്ല മക്കൾക്കും മറ്റ് യാത്രക്കാർക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹൈറ്റിൽ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ന്ന് വരുന്ന ആ സമയത്ത് 2 ചെവിയും നല്ല പെയിനായിരുന്നു കേട്ടോ. കുത്തി വലിക്കുന്നത് പോലെ നമുക്ക് ചെവി പൊത്തി പിടിച്ചാൽ പോലും ആ വേദന നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ചെവിയൊക്കെ മൊത്തം അടഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കൂല. ഉറക്കെ പറഞ്ഞാലേ കേൾക്കുമായിരുന്നുള്ളൂ കേട്ടോ. അത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ എത്തുന്നത് വരെ ഉണ്ടായിരുന്നു ആ ചെവി അടപ്പും വേദനയൊക്കെ. പിന്നെ അങ്ങ് റെഡി ആയിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലേക്കുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് നേരെ ബസ്സിലേക്ക് കയറി ഇനി അതിൽ നിന്ന് വേണം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിക്കുക. ഇതിപ്പോൾ ഈ വീഡിയോ 16-ാം തീയതിയാണ് കേട്ടോ നമ്മൾ ഖത്തറിലേക്ക് വന്നതും വീഡിയോ എടുത്തതൊക്കെ. പക്ഷേ അത് പിറ്റേന്നും കഴിഞ്ഞ് പിറ്റേന്ന് 18-ാം തീയതിയാണ് കേട്ടോ അപ്ലോഡ് ആക്കുന്നത്. കാരണം വന്നു കഴിഞ്ഞപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉറക്കും ഒക്കെ 2-3 ദിവസമായിട്ടുള്ള ഉറക്കൊഴിഞ്ഞതും ഒക്കെ ഒന്ന് ക്ഷീണമൊക്കെ മാറി. ഇന്നിപ്പം 18-ാം തീയതിയാണ് കേട്ടോ എഡിറ്റൊക്കെ കഴിഞ്ഞ് അപ്ലോഡ് ആക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിലിങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മളെ കണ്ണൂരും കോഴിക്കോടും ഉള്ളതിനേക്കാളൊക്കെ ഡബിൾ ഇരട്ടി വലുപ്പമുള്ള എയർപോർട്ടാണ് കേട്ടോ ഖത്തർ എയർപോർട്ട്. പിന്നെ ഒരുപാട് ഫ്ലൈറ്റും ഉണ്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്, വലുതും ചെറുതും ഒക്കെ. ലോകത്തിലെ റിച്ചസ്റ്റ് കൺട്രിയാണല്ലോ ഖത്തർ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും ജനങ്ങളും ഇത്രയും വലിയ എയർപോർട്ടും. അതിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടോ. പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ള ഒരാളെ ഞങ്ങൾ കാണുന്നില്ല. അത് നമ്മൾ എവിടെയോ ടോയ്ലറ്റിൻ്റെ ആ ഭാഗത്തോട്ട് നിന്നപ്പം ഒന്നിച്ചുണ്ടായിരുന്നവരൊക്കെ നമ്മുടെ അടുത്ത് മിസ്സായിട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് ഫോറിനേഴ്സാണ്. മലയാളീസ് ഒരാൾ പോലും നമ്മളെ കൂട്ടത്തിലുള്ള ലൈനിൽ കാണുന്നില്ല കേട്ടോ. അത്രയും ജനങ്ങളായിരുന്നു കേട്ടോ നമ്മൾ ഒന്നിച്ച് ബസ് ഇറങ്ങിയപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ എത്തിയപ്പോൾ തന്നെ അച്ചുക്കാൻ്റെ കോള് വന്നിരുന്നു കേട്ടോ. അപ്പോൾ മോന് സംസാരിക്കുകയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, അപ്പോൾ പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് അബ്ബാനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. പിന്നെ കുറേ സമയം ക്യൂവിൽ നിന്നു കേട്ടോ. അത്രയും ആളുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മുടെ ഫേസൊക്കെ സ്കാൻ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ലഗേജ് എടുക്കുന്ന സമയത്തും ചെറിയൊരു അബദ്ധം പറ്റി. മോളെന്ത് ചെയ്ത് പിന്നെ ട്രോളി എടുത്തുകൊണ്ട് തന്ന് ഞാനും ശാലുവും കൂടെ പെട്ടിയൊക്കെ എടുത്ത് ട്രോളിയിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ കയ്യിലൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു, ചെറിയൊരു ബ്ലാക്ക് ട്രോളി. അപ്പോൾ അത് ഇവരെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നപ്പം അതെവിടെയോ വെച്ച് മിസ്സായിട്ടോ നമ്മളെ കയ്യിൽ നിന്ന്. പിന്നെ അതെടുക്കാണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. അത്ര ഓർത്തുമില്ല. അപ്പോൾ ഈ 2 പെട്ടിയും പിന്നെ എൻ്റെ കയ്യിലുള്ള ഹാൻഡ് ബാഗും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പുറത്തെത്തിയപ്പം. പിന്നെ അബ്ബാനെ കണ്ട് പിന്നെ വീഡിയോസും ഫോട്ടോസും എടുക്കാനൊക്കെ പിന്നെ മറന്നുപോയിന് കേട്ടോ. അങ്ങനെ ഇത് അച്ചുക്ക പുറത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ട്രോളി എവിടെ നോക്കുന്നത്. പിന്നെ വീണ്ടും അതിലൂടെ സെക്യൂരിറ്റി ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവർ പോയി ചോദിച്ചപ്പം അങ്ങനെ അവരുടെ റൂമിൽ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു, അവരെത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ റൂമിൽ നിന്ന് അവർ തന്നെ പോയി എടുത്ത് ക്യാമറ നോക്കി ചെക്ക് ചെയ്തിട്ട് ട്രോളി ഞങ്ങൾക്ക് കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വണ്ടി കയറി റൂമിലേക്ക് പോകുന്നതാണ്. പിന്നെ വേൾഡ്സ് റിച്ചസ്റ്റ് കൺട്രി ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ കണ്ടത്. പുറത്തുള്ള ഓരോ ബിൽഡിങ്ങും ലൈറ്റുകളും റോഡും ഒക്കെ കാണുമ്പോൾ ഒരടിപൊളി കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10-20 മിനിറ്റിൻ്റെ യാത്രയുണ്ടായിരുന്നു കേട്ടോ റൂമിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്കും കമൻറ്റും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.